ഇന്ന് ഒരു പ്രത്യേക തരം വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്. എന്നെക്കുറിച്ച് തന്നെയാണ്. എന്നെക്കുറിച്ച് നമ്മൾ അറിയാതെ പോലും, നമ്മൾ ഒന്നും ചെയ്യാതെ പോലും നമ്മളെക്കുറിച്ച് വിവാദങ്ങളായിക്കോട്ടെ, നമ്മളോട് വൈരാഗ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ശത്രുതയായിക്കോട്ടെ, ഇതെല്ലാം വെറുതെ പ്രഥമ ദൃഷ്ട്യ നമ്മളെ കാണുമ്പോൾ ഉടലെടുക്കുന്ന കുറച്ച് സ്വഭാവക്കാരുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഞാനിപ്പോൾ ഒരു 4 ദിവസമായിട്ടുള്ളൂ കാണാനിട വന്നിട്ട്. എനിക്കൊരാൾ എന്നെ പറ്റി ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്തത് വഴിയാണ് ഇയാളെ ഞാൻ അറിയുന്നത്. അയാൾ ചാനലിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ CRB 8 ജഹാംഗീർ എന്നുള്ളതാണ്. ഇതിനു മുമ്പേ ഞാൻ ആക്ച്വലി എന്നെ പറ്റിയിട്ട് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പ്രകാരം ഞാനൊരു വീഡിയോ അവനെതിരെയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികം നമ്മൾ ചെയ്തു പോകും. അപ്പോൾ അവന് സ്ട്രൈക്ക് തന്നു. ഞാൻ അങ്ങനെ ഒരാൾക്കും എന്നെ പറ്റി എത്രയോ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരിഫ് ഹുസൈനെതിരെ എല്ലാം വീഡിയോ ചെയ്തതിൽ ട്രോൾ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചളിവാരി എറിഞ്ഞാലും വ്യക്തിപരമായിട്ട് ഒരാളെയും അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ഇതുവരെ മുതിർന്നിട്ടില്ല, മുതിരുമില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ സംഘികളായി കഴിഞ്ഞ മനുഷ്യന്മാരായിക്കോട്ടെ, ഇതുവരെയും ഇസ്ലാമിനെതിരെ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്നുള്ള വ്യക്തിനെ അവർ ഒരിക്കലും തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടോ ഇല്ല. അതുവരെ ചെയ്യാത്ത മനുഷ്യന്മാരുണ്ട്. എന്നിട്ടും ഇയാളെ എനിക്ക് അറിയ പോലും ചെയ്യില്ല. ഇതിനോട് എനിക്ക് എന്താ പറയുക, എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടേന്ന് പൊന്നുകൂട്ടുകാരെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാത്ത ഒരു വ്യക്തിയാണ് ഇത്. ഇവനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവനെ ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണലായിട്ട് എനിക്ക് ഇവനെ അറിയില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവന്? പിന്നെ ജിനുവിൻ്റെ ഒരു ഇഷ്യൂ, ജിനു ഷാജിദ എന്നൊരു ഇഷ്യൂ വെച്ചിട്ടാണ് ഇവന് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജിനുവിനും അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ഒരു പ്രശ്നവും ഇല്ല, നോ പ്രോബ്ലമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഷാജിദാനെ വെച്ചിട്ട് ഇനി ചെയ്യാത്തവരായിട്ടുള്ള ഒരു വ്ളോഗർമാരും ബാക്കി ഉണ്ടാവില്ല. റിയാക്ട് വീഡിയോ ഒരുവിധപ്പെട്ടവരെല്ലാം ഷാജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വരെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷാജിദാൻ്റെ എടുത്ത് പറയാനുള്ളത്, അതിൻ്റെ താഴെ ആ വീഡിയോ ഇടുന്നവരുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക എന്നല്ലാതെ ഷാജിദ ഒരാൾക്കും സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല. ഈ പഹേന അതല്ല, ഒരൊറ്റ വീഡിയോ അവൻ്റെ ഞാൻ ചെയ്തതിന് പ്രകാരം എനിക്ക് സ്ട്രൈക്ക് തന്നു എന്നുള്ളതാണ്. അപ്പം അത് കാലാകാലങ്ങളോളം സ്ട്രൈക്ക് തരാൻ ഒരാൾക്ക് സാധ്യമല്ല. പിന്നെ ഇവൻ്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസ് ആവാത്ത ചാനലാണ് കേട്ടോ. ഇവന് എന്ത് കണ്ടിട്ടാണ് ഈ ശത്രുത എന്നോട് എന്നുള്ളത് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇവന് എനിക്ക് എതിരെ ഇട്ട് ഷോർട്സ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അത് കണ്ടിട്ട് ഞാൻ ഇരുന്നിട്ട് ചിരിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഞാനും ഇന്നലെ ഇട്ട ലൈവിൻ്റെ അകത്ത് ഇവന് വന്നിട്ട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്, കമൻ്റ് ഇടുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇത്ര നാളും ഞാൻ ആർക്ക് എതിരായിട്ട് വീഡിയോസ് ഇറക്കിയോ അല്ലെങ്കിൽ ആരെ റിയാക്ട് ചെയ്തോ അവരാരും ഇത്തരത്തിൽ പെരുമാറിയ ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരാളും ഇതുവരെയും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷെ ഇവന് അങ്ങനെയല്ല. ഇവന് ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുക, നമ്മളറിയാത്ത കാര്യങ്ങൾ പറയുക, എന്നെ തകർക്കും എന്ന് പറയുക, ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, നെവർ മൈൻഡാണ്. പക്ഷെങ്കിൽ ഇവൻ പറയുന്നത് എന്നെ ഇല്ലാണ്ടാക്കുക, ഇവനെ കൊണ്ട് എന്തിനും കഴിയും, ഇവന് കാണിച്ചു തരും, ഇവനെ അങ്ങനെയാക്കും, ഇവനെ ഇങ്ങനെ ആക്കും. എന്നാൽ പിന്നെ നമുക്കതൊന്ന് കാണണമല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ അവൻ്റെ മുഖമോ ഒന്നും ഞാനിവിടെ വെക്കുന്നില്ല. അവൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. ഇതിനു മുമ്പേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവൻ്റെ മുഖം വെക്കുന്നില്ല, ഇവൻ്റെ ഫോട്ടോ ഞാൻ വെക്കുന്നേ ഇല്ല. ഇവൻ്റെ ചാനലിൽ കയറി കണ്ടാൽ മനസ്സിലാവും. ഇവനാണ് എൻ്റെ ചാനലെടുത്ത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് സ്ട്രൈക്കും എനിക്ക് കൊടുത്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എനിക്കെതിരെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നവരെയും ഞാനും ഷാജിദ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആരിഫിൻ്റെ സംഖ്യകൾ വന്ന് ട്രോൾ ഇറക്കിയിട്ട് ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കൊടുക്കും. നല്ല കമൻറ്റാണ് ഇട്ട് കൊടുക്കാറ്, അത് അവർക്കും അറിയാം. നല്ല കമൻറ്റാണ് ഇട്ട് കൊടുക്കാറ്. നിങ്ങൾ ഇനിയും ചെയ്തോ എന്നും പറഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കാറ്. അത് അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബിൽ നല്ലൊരു മൈൻഡിൽ നമ്മൾ എടുക്കുക എന്നല്ലാതെ ശത്രുത വെച്ച് പുലർത്തുന്ന കാര്യമില്ല. മേ ബി ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാളോടും ഞാൻ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല.
അതെന്നെ മനസ്സിലാക്കിയവർക്കറിയാം. ഈ ഒരു വ്യക്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇത് പറയാതെ നിർവാഹം ഇല്ല നിങ്ങളോട്. കാരണം ഇനിയിപ്പോൾ ഏതെങ്കിലും വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്കെതിരെ ഓരോന്ന് തിരിയുമ്പോൾ വീഡിയോസ് ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ ഒന്നിനും മടിക്കാത്ത ഒരുത്തനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഇതിനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും അറിയണം എന്നതിലേക്ക്, നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഈ വീഡിയോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളെയും ഒന്നും ചെയ്യേണ്ട. ഇപ്പൊ ഞാൻ ജിനുവിനെതിരെ അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് വന്നതെന്ന് വെച്ചാൽ ജിനുവും ഷാജിദയും തമ്മിലുള്ള ഗോസിപ്പ് കണ്ടിട്ട് ഇവനക്ക് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ഇവൻ ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പൊ ഈ പറയപ്പെട്ട 2 വ്യക്തികൾക്കും പ്രശ്നമില്ല. പിന്നെ ഇവൻ ഈ മൂന്നാമത് നിൽക്കുന്ന ഇങ്ങനെ നോക്കിക്കാണുന്ന ഇവനക്ക്, പ്രേക്ഷകനായ ഇവനക്ക് എന്തിന്റെ പൊള്ളലാണ്? ഇവനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇവനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവനക്ക് എന്തിന്റെ പൊള്ളലിലാണ് ഇവൻ ഈ കേറിയിട്ട് മേയുന്നത് എന്നുള്ളതാണ്. ഇവന്റെ ഒരു സ്വഭാവം 2 ദിവസത്തിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് വെച്ചാൽ, കമന്റ്സ് വഴി ഇവൻ എന്തും ആവാം, നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കാൻ പാടില്ല. ഇവൻ എന്ത് വീഡിയോസും നമ്മൾക്കെതിരെ ചെയ്യാം. ജിനുവിനെതിരെയും അവൻ ചെയ്തിട്ടുണ്ട്. ഇവനക്ക് എന്ത് വീഡിയോസും ചെയ്യാം. നമ്മൾ ആരും ഒന്നും പറയാനും പാടില്ല, വീഡിയോസ് ഇറക്കാനും പാടില്ല, ഇവനെ ആർക്കും കാണിച്ചു കൊടുക്കാനും പാടില്ല. എന്നാൽ CRB ബൈ ജഹാംഗീർ എന്നുള്ളതാണ് ഇവന്റെ ചാനൽ നെയിം. എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നവനാണ് ഇവന്. നമ്മളെ ഇല്ലായ്മ ചെയ്യും എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഇവനെ നടപ്പിലാക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും എന്തെങ്കിലും സംഭവിച്ചാൽ ആൾ ഇവനായിരിക്കും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ യൂട്യൂബേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം എന്നെ വെച്ചിട്ട് ജിനു ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ജിനുവിനും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരാൾ പറയുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പിന്നെ തെറ്റിയത് കൊണ്ട്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഇല്ല. ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, ഒരു ഹായ് ബായ് അങ്ങനെ നമ്മളൊരു ചാറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇട്ടാൽ അതിനുള്ളൊരിത് മാത്രം, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരിക എന്നല്ലാതെ കൂടുതലായിട്ടുള്ളൊരു അടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെങ്കിലല്ലേ ഒരു പിണങ്ങിക്കഴിഞ്ഞാൽ ആ ദേഷ്യത്തിനായിട്ടും ഉള്ളതൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഷാജിദ ഇതുവരെയും ജിനുവിനെതിരെ പറഞ്ഞിട്ട് പെട്ടെന്ന് ജിനുവേട്ട എന്നും വിളിച്ചുകൊണ്ട് ഷാജിദാന്റെ ഭാഗത്തുനിന്നായാലും ജിനുവിന്റെ ഭാഗത്തുനിന്നായാലും ജിനു അങ്ങോട്ടൊന്നും പ്രതികരണം ഒന്നും കാണാത്തതിനെ കൊണ്ട് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്ന് മാത്രമല്ല, അതേ പേഴ്സണലി എനിക്ക് അവരോടും വ്യക്തിപരമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ഒരു ദേഷ്യവും ഇല്ല. ഇത് യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇറക്കും എന്നും വിചാരിച്ചിട്ട് ഒരാളോട് വ്യക്തിപരമായിട്ട് ദേഷ്യം വെച്ച് പുലർത്തുക, ഒരാളെ ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്ത് വിഡ്ഢിത്തരമാണ്. ഇത് എന്താ പറയുക, ഇതുവരെ കാണാത്തൊരു തരം ജന്മം ജഹാംഗീർ. അത്രേ ഇവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവന് ഇങ്ങനെ വന്നിട്ട് നമ്മളെ എന്തോ അതിനൊരു പേര് പറയല്ലോ, എന്തോ ഒരു പേര് പറയല്ലോ, എന്ത് കണ്ടിട്ട് പേടിപ്പിക്കുന്ന പറയുക, അത് കണ്ടിട്ട് പേടിപ്പിച്ചാലൊന്നും തളരുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നീ നിന്റെ പണിയെടുത്തോ, ഞാനും എൻ്റെ പണി വൃത്തിക്ക് ഞാനും എടുക്കുന്നതായിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.